8, 5, 9. ഒരു 3 ഡിജിറ്റ്സ് ആണ് ഇവിടെ എഴുതിയത്. നമുക്കാകെ 10 ഡിജിറ്റ്സ് ആണുള്ളത്. 0 to 9 വരെ 10 ഡിജിറ്റ്സ് ആണുള്ളത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 is a digit. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. 8, 5, 9 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക്? നിങ്ങൾക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എന്റെ ചോദ്യം. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക്? 8, 5, 9 ഉപയോഗിച്ചുകൊണ്ട് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എന്റെ ചോദ്യം. ഏഞ്ചൽ, എത്രയാണ് കുട്ടികളുടെ മറുപടി? കുട്ടികൾ ആരെങ്കിലും കമന്റ് ചെയ്തോ ആൻസർ? ഏഞ്ചൽ എത്രയാണ്? 6 കമന്റ് ചെയ്യുന്നത്. 6 ആൻസർ ശരിയാണ്. 6 is the right answer. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ 3 ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ 3 എഴുതുന്നു, തൊട്ട് താഴെയുള്ള 2 എഴുതുന്നു, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള 1 എഴുതുന്നു. നേരെ തിരിച്ചും എഴുതാം. നേരെ തിരിച്ചെഴുതാൻ മതി. 3 ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ 1, 2, 3 എന്നിട്ട് 1ഉം 2ഉം 3ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന 6 ആയിരിക്കും അതിന്റെ ശരി. ഇനി ആ 6 എണ്ണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതില് 8, 5, 9 വരാം, 8, 9, 5 വരാം, പിന്നെ 5, 8, 9 വരാം, 5, 9, 8 വരാം, 598 വരാം. പിന്നെ ഏതൊക്കെയാ വരിക? 2 ഏജ്. കുട്ടി കേൾക്കുന്നില്ലേ? 985. സൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട്. 9, 8 ഇങ്ങനെ 6 എണ്ണം വരാം. പക്ഷെ ഇത് ഒരുപാട് ഡിജിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എളുപ്പമാർഗത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഇനി ചില സമയത്ത് 0 വന്ന് ഈ ചോദ്യം ചോദിക്കാം. ഇതിൽ ഒരെണ്ണം 0 ആയിപ്പോയി എന്നിരിക്കാം. 8, 0, 9 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1 into 2 into 3 എന്ന് എഴുതുന്നതിന് പകരം 0 ആണ് വരുന്നതെങ്കിൽ ഒരു 2 തന്നെ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചാൽ മതി. സോ 1 into 2 into 2 is equal to 4 ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 4 എണ്ണമേ ഉണ്ടാക്കാൻ പറ്റും. 809 ഉണ്ടാക്കാം, 890 ഉണ്ടാക്കാം, 980 ഉണ്ടാക്കാം, 908 ഉണ്ടാക്കാം. പക്ഷെ 0-ൽ തുടങ്ങുന്നപ്പോ നിങ്ങൾക്കത് 3 ഡിജിറ്റ് ആവില്ല. അപ്പൊ ഈ ചോദ്യം വരാം, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക് യൂസിങ് ദ ഡിജിറ്റ്സ് 809 വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് എന്നും കൂടി ചോദിക്കും. വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് ചോദിക്കുന്നത് നിങ്ങളോടായിരിക്കും, 4ാം ക്ലാസ്സിലെ കുട്ടികളോടായിരിക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ എന്നൊരു ചോദ്യം വരും. അങ്ങനെയാകുമ്പോൾ അതിന്റെ എളുപ്പമാർഗം ഇതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തരാൻ പോവുകയാണ്. ആ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 8, 5, 4, 2 ഈ 4 ഡിജിറ്റ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ 4 അക്കങ്ങളാണ് ഇവിടെ വന്നത്. 8, 5, 4, 2 എന്നീ 4 അക്കങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് നിങ്ങൾക്ക് എത്ര 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും?
ടൈപ്പ് ചെയ്യാം. എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കണം. ഏഞ്ചൽ സാർ 18 വരുന്നുണ്ട്, 24 വരുന്നുണ്ട്. ശരി, 18 ശരി, 24 ശരി. കാരണം 1 into 2 into 3 into 4 വരെ മൾട്ടിപ്പിൾ ചെയ്യണം. കാരണം വ്യത്യസ്തമായ 4 ഡിജിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് ചെയ്താൽ കിട്ടുന്നത് 24 ആണ്. പക്ഷേ 18 കിട്ടിയ കുട്ടിക്ക് ഒരു പക്ഷേ ഇത് 0 ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ഇത് അതേ സമയത്ത് 8502 ആണെങ്കിൽ, ഒരെണ്ണം 0 ആണെങ്കിൽ ആ കുട്ടി 18 പറഞ്ഞത് ശരിയാകുമായിരുന്നു. അപ്പോൾ 1 into 2 into 3 into 3 തന്നെ ആവർത്തിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്നത് നമുക്ക് 18 ആകുന്നു. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നിച്ച് യെസ് എന്ന് പറയാം. ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂട്ടത്തിലിരിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇത് നിങ്ങളുടെ കൂടെ പേരൻസ് ഈ ക്ലാസ് കൺട്രോൾ ചെയ്യാൻ അവിടെ തയ്യാറാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് മൈക്ക് ഓൺ ചെയ്ത് വെക്കാം. പക്ഷെ ബഹളം ഉണ്ടാവരുത് എന്നുള്ള ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. വെരി ഗുഡ്. അവിടെ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അവിടെ നിന്നുള്ള ബഹളങ്ങളൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ശരി, അടുത്തത് നമ്മൾ ചിത്രത്തിലേക്ക് പോവുകയാണ്. ആ ചിത്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. എല്ലാവരും ചിത്രം വരയ്ക്കാൻ തയ്യാറായിക്കോളും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. നിങ്ങൾക്കും പെൻസിൽ കൊണ്ട് റെക്ടാങ്കിൾ വരയ്ക്കാം. ഏഞ്ചൽ വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ് സാർ. ശരി, ഏഞ്ചൽ അതേ വലിപ്പത്തിൽ ഒരു റെക്ടാങ്കിൾ കൂടി വരച്ചിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കൂ. എല്ലാവരും ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്ത് നോക്കട്ടെ. കുട്ടികൾ സ്വയം ആണെന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കട്ടെ. ബഹളം വെക്കില്ല എന്ന് ഉറപ്പ് വരുത്തട്ടെ. ഓക്കെ, ബഹളം വരുന്നില്ല. ശരി, അതില്ല. ശരി, അപ്പോൾ ഒരു ചതുരം വരച്ചു. അതേ വലുപ്പത്തിൽ ഒരു ചതുരം അപ്പുറവും വരച്ചു. രണ്ടു കൂടി കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു ചതുരമാക്കി മാറ്റി. അപ്പോൾ 2 rectangles with the same length and width are placed together as shown in the figure. Perimeter of this shape is, ഈ ഷേപ്പിന്റെ ചുറ്റളവ് രണ്ട് ചതുരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. 2 rectangles with the same length ആണ്, സെയിം ബ്രെഡ്ത്തും ആണ്. വീതി നീളമൊക്കെ തുല്യമാണ്. അത് ഒന്നിച്ച് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പെരിമീറ്റർ, ചുറ്റുമുള്ള അളവ്, അത് നിങ്ങൾക്ക് തരികയാണ്. ശ്രദ്ധിക്കുക, 48 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ ഈസ് 48 സെന്റിമീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത്, വീതി, അതും ഞാൻ നിങ്ങൾക്ക് തരാം. വീതി എത്രയാണെന്ന് അതും ഈ ഇതിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ വീതി വേണമെങ്കിൽ പറഞ്ഞു തരാം.
4 സെന്റിമീറ്റർ തരാം. അപ്പൊ അതിന്റെ വീതി നിങ്ങൾക്ക് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ റെക്ടാംഗിൾ? ഇതിൽ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികൾ സ്വയം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ടാണ് അവരെ സഹായിക്കുക. ഒരേ നീളവും വീതിയുമുള്ള 2 റെക്ടാംഗിൾസ് ചേർത്ത് വെച്ചു. ഇതിന്റെ ചുറ്റളവ് 48 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വീതി ഞാൻ നിങ്ങൾക്ക് 4 സെന്റിമീറ്റർ തരികയും ചെയ്തു. അത് വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിക്കാം. 4 സെന്റിമീറ്റർ. ചുറ്റളവ് 48 ആണെന്ന് പറയുകയും ചെയ്തു. എങ്കിൽ ഒരെണ്ണത്തിൻ്റെത് എത്രയായിരിക്കും ചുറ്റളവ്? ഏഞ്ചൽ ആൻസർ കിട്ടിയോ? സാർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ 24 എന്നാണ് പറയുന്നത്. 24 സെന്റിമീറ്റർ. എല്ലാവരും 24 ആണോ ടൈപ്പ് ചെയ്ത് നമ്മളെ? 56 പറയുന്നുണ്ട്. 56 പറയുന്നുണ്ട്. ഓക്കെ. അപ്പം 4 ഇവിടെ എന്തായാലും എഴുതുക കിട്ടിയ സ്ഥിതിക്ക്. അപ്പൊ 4 ഉം 4 ഉം 8 ആണല്ലോ. 48 നിന്ന് ഈ 4 ഉം 4 ഉം 8 അങ്ങോട്ട് മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും ഏഞ്ചൽ? നാൽപ്പത്തൊന്ന് 8 കുറച്ച് എത്രയാണെന്ന് അറിയില്ലേ? 8. 48 8 മൈനസ് 40. പറയാനെന്താ ഇത്ര മടി? 40 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ നീളവും ഇവിടെയുള്ള ഈ നീളവും മൊത്തം 40 ആണെങ്കിൽ മേലെ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണല്ലോ 40 ഞാൻ പറഞ്ഞത്. എങ്കിൽ നീളം എത്ര ഉണ്ടാവും? ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യട്ടെ, മറ്റു കുട്ടികളെ വിളിക്കട്ടെ. ഒന്നാമത്തെ അറിയുന്ന കുട്ടികളൊക്കെ കോഹസ്റ്റ് ആവുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. പറയൂ, എത്രയാണ് മക്കളെ? പറയൂ, മേലെയുള്ള എത്ര ഉണ്ടാവും? 20. ശരി ഏഞ്ചൽ, ഇപ്പൊ ഉത്തരം കിട്ടിയോ? ഇവിടെ 4, ഇവിടെയും 4, 4 4 8, ബാക്കി രണ്ടും കൂടി മൊത്തം വരുന്നത് 40 ആണെന്ന് ഏഞ്ചൽ പറഞ്ഞു കഴിഞ്ഞു. ഈ നീളം തുല്യമാണ്, ഈ നീളം തുല്യമാണെങ്കിൽ ഇതിന് മൊത്തം എത്ര ഉണ്ടാവും നീളം? ഇവിടുന്ന് ഇവിടെ വരെ എത്ര ഉണ്ടാവും? അതിന്റെ ഒരു സൈഡ് 20. അതൊന്നും പറയാനല്ലേ ഞാൻ പറഞ്ഞത്. 20 അത് പറയണ്ടേ, കാര്യം നിൽക്കണ്ടേ. 20 താഴത്തെ സൈഡും 20 ആണ്. നേരത്തെ ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടാവും നീളം? 10. അപ്പൊ ഈ ഭാഗവും 10 ആണ്. ശരിയല്ലേ? അതെ. ശരി. ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. ശരിയല്ലേ? ശരിയാണ് സാർ. ശരിയാണ്. എങ്കിൽ എന്റെ ചോദ്യം, ഈ ഒരേ റെക്ടാംഗിൾ മാത്രം ഇങ്ങോട്ട് മാറ്റി പിടിച്ചാൽ, ആ ഒരു റെക്ടാംഗിൾ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാൽ ആ ഒരു റെക്ടാംഗിളിന്റെ മാത്രം പെരിമീറ്റർ എത്രയാണെന്നല്ലേ എന്റെ ചോദ്യം. സാർ ആൻസർ കിട്ടി. എത്ര? 28. ഈ 28 കണ്ടുപിടിച്ച കുട്ടികൾ ഇതിലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ആ കുട്ടിയെ ഞാൻ വിളിക്കട്ടെ. 28 കണ്ടുപിടിച്ചവർ
കൃത്യമായിട്ട് അത് പറഞ്ഞു തരാൻ തയ്യാറുള്ള കുട്ടികളൊന്ന് മുന്നോട്ട് വരണം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. 28 ആൻസർ. നേരത്തെ കുട്ടികൾ 24 പറഞ്ഞവരുണ്ട്. 28 പറഞ്ഞ ഒരു കുട്ടിയുടെ പേര് പറയും. പറയൂ. ഒരു കാര്യം ചെയ്യാം. SBM സ്കൂളിലെ കുട്ടികളുണ്ട്. SBM പേരെന്താണ്? SBM സ്കൂളിൽ ഇതിന്റെ ആൻസർ കിട്ടിയിരുന്നോ? 28 എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി സാർ. ഗൗതം രഞ്ജിത്തിന്. അപ്പോ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അത് തയ്യാറില്ല. ഇനി ശരി, ഞാനിനി പ്രോവിഡൻസ് ജൂനിയറിലേക്ക് പോകുന്നു. പ്രോവിഡൻസ് ജൂനിയറിലെ ഏതെങ്കിലും കുട്ടിക്ക് 28 കിട്ടിയിരുന്നോ? 28. വേദികാലക്ഷ്മി മൈക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് പറയൂ 28 4 plus 4 is equal to 8. 8 plus 8. 8 plus 8. 4 plus 4 is equal to 8 ആണ്. 60. 8 plus 8 16. അങ്ങനെ ചെയ്യാം. 8 plus 8 16 ആണ്. 16 plus എന്നിട്ട് 16 plus 8 is equal to ക്ലിയർ ആയില്ല. ഏഞ്ചൽ എങ്ങനെ 28 കിട്ടിയെന്ന് മനസ്സിലായോ? മനസ്സിലായി സാർ. അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ ആദ്യം ഇതൊന്ന് മയക്കട്ടെ. ക്ലിയർ ആവാത്ത കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ചുറ്റളവ് പെരിമീറ്റർ തന്നിട്ട് വീതി കണ്ടുപിടിക്കാൻ, നീളം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ അത് കുട്ടി സ്വയം ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം ഇത്തരം ചോദ്യങ്ങളിലൂടെ. ശരി, എന്തായിരുന്നു നമ്മുടെ ചോദ്യം? Two rectangles with the same length and breadth are placed together as shown in the figure. Perimeter of the shape is, ഈ ഷേപ്പിന്റെ പെരിമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 48. അപ്പൊ 48 പെരിമീറ്റർ തന്നു. ആൻഡ് അതിന്റെ ബ്രെഡ്ത്ത് നമുക്ക് തന്നു, 4 തന്നു. ഇത് രണ്ടും അവർ ചോദിച്ച അംഗമാണ്. എന്നിട്ട് ചോദിക്കുന്നത് ഒരെണ്ണത്തിന് എത്രയാണ് പെരിമീറ്റർ. അത് കണ്ടുപിടിക്കാൻ ഒരെണ്ണം കൊണ്ട് മാറ്റണം. അതിന് രണ്ടും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 ആകുമ്പോൾ ഈ സൈഡ് 4 ആയിരിക്കും, ഉറപ്പാണ്. അപ്പൊ 2 വീതി ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ 4 4 8 ഇനി 2 നീളം കണ്ടുപിടിക്കാനാണ് ജോലി. അത് ഈ 48 മൊത്തം നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ആ 48 നിന്ന് ഈ 8 അങ്ങോട്ട് മൈനസ് ചെയ്തു നമുക്ക് 40 കിട്ടും. 40 കിട്ടിക്കഴിഞ്ഞാൽ നീളം ഇവിടെ 2 ഭാഗത്തും തുല്യമാണല്ലോ, അതുകൊണ്ടാണ് റെക്ടാങ്കിൾ ആയത്. ആ 40ന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക, 20. താഴെയും 20 ആണ്. പക്ഷെ അത് 20 ആകുമ്പോൾ ഇത് രണ്ടും ഒരേ ലെങ്ത് ആണെന്ന് നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് 10ഉം ഇതും 10 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 10ഉം ഇവിടെ 4 കിട്ടിയ സ്ഥിതിക്ക് ഒരു റെക്ടാങ്കിളിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി നമ്മൾ വേറെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവിടെ 10 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 10 plus 10, 4 plus 4 എത്രയാണ്? 28. 10 plus 10 20. 20 plus 20 28. അപ്പൊ 28 ആണ്.
ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കുട്ടികൾ സ്വയം കണ്ടെത്തട്ടെ. അതും നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ആ ചോദ്യം ശ്രദ്ധിക്കുക കുട്ടികൾ. ഒരു ചിത്രമാണ്. കുട്ടികൾ ആ ചിത്രത്തിനെ പറ്റി കമന്റ് ചെയ്യണം. നമുക്കൊരു ചെറിയൊരു സ്ക്വയർ വരയ്ക്കാം. നിങ്ങൾ തൽക്കാലം റഫായിട്ട് വരച്ചാൽ മതി. ആ സ്ക്വയർ ഒന്നുകൂടി വരച്ചിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാം. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി വരയ്ക്കാം. ഒന്നുകൂടി വരയ്ക്കും. അപ്പൊ 4 സ്ക്വയർസ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. വരച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. ഓക്കെയാണ് സർ. ഓക്കെ. ശരി, ഇവിടെ എന്റെ ചോദ്യം വരച്ചത് സ്ക്വയർ ആണെങ്കിലും ചോദ്യം ഇതാണ്, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ എന്നാണ്. വരച്ചത് നമ്മൾ സ്ക്വയർ ആണെങ്കിലും ചോദ്യം ഇതാണ്, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ. ഇവിടെ എത്ര ചതുരങ്ങൾ ഉള്ളതാണ് ചോദ്യം. ചതുരങ്ങളുടെ എണ്ണ ചോദിക്കുന്നത്. സർ ആൻസർ പറയുന്നുണ്ട്. എത്ര? 2 പറയുന്നുണ്ട്, 3 പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്. ചതുരങ്ങളുടെ എണ്ണം അപ്പോ ചതുരങ്ങളുടെ എണ്ണം കുട്ടികൾ 2, 3 ഒക്കെയാണോ പറയുന്നത്? ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തോ. നിങ്ങൾ എന്ത് പറയുന്നത് അറിയണല്ലോ. കുട്ടികളെ പറയൂ, ഇത് എത്ര ചതുരങ്ങൾ? അപ്പോൾ എന്റെ ചോദ്യം ക്ലിയർ ആയില്ലാന്ന് തോന്നുന്നു. എന്തായാലും 10 എന്ന് ടൈപ്പ് ചെയ്ത കുട്ടികൾ 2, 3 ഇതിലുണ്ട്. ഞാൻ ഒന്നുകൂടി മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 എന്ന് ഓൺ ചെയ്ത കുട്ടികൾ മാത്രം ഒന്ന് പേര് പറയും. 10 എന്ന് ടൈപ്പ് ചെയ്ത കുട്ടികൾ മാത്രം പേര് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള മൈക്ക് മ്യൂട്ട് ചെയ്യണം. യെസ്, 10 ടൈപ്പ് ചെയ്താൽ. ആദിനാഥ്, ഹിദ ഫാത്തിമ. പിന്നെ ഹിദ ഫാത്തിമ 10 എങ്ങനെ കിട്ടിയത്? 1 2 3 4 കൂട്ടിയാൽ 1 2 3 4 ഗുണിച്ചാൽ. ശരി, അപ്പം ഏഞ്ചൽ അത് മനസ്സിലായില്ലേ? 1 + 2 + 3 + 4 അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 10 എണ്ണം കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാ സാർ ആ 10 എണ്ണം? എന്താ നോക്കിക്കോളൂ, 10 എണ്ണം ഞാൻ എണ്ണി കാണിച്ചു തരാം. ആ 10 എണ്ണം നിങ്ങൾക്ക് എണ്ണി കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ സ്ക്വയറും റെക്ടാങ്കിൾ ആണ്. ഇത് സ്ക്വയറുമാണ്, അതേസമയത്ത് റെക്ടാങ്കിളും ആണ്. അപ്പം ഈ 1 എന്നത് ഒരു സ്ക്വയർ ആണ്, പക്ഷെ റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് 1 2 3 4 കണ്ടു. 4 1 5, 5 1 6, 6 1 7, 7 1 8, 8 1 9, 9 1 10. ഏഞ്ചൽ മനസ്സിലായോ? ഒന്നുകൂടി കാണിക്കണം. ഏഞ്ചൽ പോയോ? ആ സ്ക്വയർ റെക്ടാങ്കിൾ ആയത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ?
സ്ക്വയർ റെക്ടാംഗിൾ ആയത് എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഇത് ഇവിടെ നോക്കിക്കോളൂ മക്കളെ. ഇപ്പൊ സ്ക്വയർ പറഞ്ഞാല് 4 വശവും തുല്യമായ ചതുരമാണ് സ്ക്വയർ. അപ്പൊ അത് ചതുരമാണ് അല്ലാതാവുന്നില്ലല്ലോ, അത് റെക്ടാംഗിൾ അല്ലാതാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ചതുരത്തിന്റെ അതേ ഷേപ്പിൽ വരച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഞാൻ ഒരെണ്ണൂടി വരച്ചു. ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? മോളെ മറുപടി പറയും മോളെ, നേരം വെക്കല്ല. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട്? 2. ഇപ്പൊ 2 സ്ക്വയർ ആണ്. പക്ഷെ ഇതിൽ എത്ര റെക്ടാംഗിൾ ഉണ്ട്? 1. 3. മനസ്സിലാക്കി. ഇതില് 3. റെക്ടാംഗിൾ 1+2 ആണ്. 1+2 is equal to 3. ഇതില് 3 റെക്ടാംഗിൾ ഉണ്ട്. 1, 2, ഈ 1. അതേ സമയത്ത് ഇത് സ്ക്വയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് മോള് പറഞ്ഞത് ശരിയാ, 2 ഉള്ളൂ. ഇവിടെ മേലത്തെ ചിത്രത്തിൽ സ്ക്വയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1, 2, 3, 4 ശരിയാണ്. പക്ഷെ റെക്ടാംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 10 ആണ്. ഇപ്പൊ 10 ടൈപ്പ് ചെയ്ത കുട്ടികളുടെ ഉത്തരമാണ് ശരി. ഇപ്പൊ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ. മറ്റുള്ള കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഇക്കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അതിനുള്ള അവസരമാണ്. എങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഈ റെക്ടാംഗിളിന്റെ എണ്ണം ചോദിക്കുകയാണ് സ്ക്വയർ തന്നുകൊണ്ട്. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ബോർഡ് കാണുന്നില്ല. ബോർഡ് കാണാത്തത് എന്റെ കുറ്റമല്ല. നിങ്ങളുടെ ഫോണ് കൃത്യമായിട്ട് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ബോർഡ് കൃത്യമായിട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. പോകാൻ നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ. Sum of two numbers is 5, 0. Their difference is 1, 0. The numbers are Angel. ആ ചോദ്യം ഒന്ന് വായിച്ച്. Sum of two numbers is 50. The difference is 10. The numbers are. ചോദ്യചിഹ്നമാണ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. 2 സംഖ്യകളുടെ തുക മലയാളം ഇതാണ്. 2 സംഖ്യകളുടെ തുക 50 ആകുന്നു, 50. ആ സംഖ്യയുടെ വ്യത്യാസം 10 ആകുന്നു എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? ടൈപ്പ് ചെയ്യാം. 2 സംഖ്യകളുടെ തുക 50, അവയുടെ ഡിഫറൻസ് 10. നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏഞ്ചൽ നോക്കണം. ഏഞ്ചൽ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുമ്പോൾ. സർ ഉണ്ട്. എത്രയൊക്കെയാ ടൈപ്പ് ചെയ്യുന്നത്? 20ഉം 30ഉം ടൈപ്പ് ചെയ്യുന്നുണ്ട്. 35ഉം 15ഉം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം പറയട്ടെ ഏഞ്ചൽ. ഓക്കെ സർ. എന്തായാലും ഒരു വലിയ സംഖ്യ ഉണ്ടാവും, ഒരു ചെറിയ സംഖ്യ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണ്. ഉറപ്പാണ്. കാരണം ഡിഫറൻസ് 10 വരയ്ക്കേണ്ട ഒരു ചെറിയ സംഖ്യ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്, വലിയ സംഖ്യ ഉണ്ടാവും. നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള മാർഗം 50ഉം 10ഉം കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക.
50 10 കൂടി കൂട്ടി എത്രയാണ്? 60. 60, 60 ആണ്. നമുക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ അടുത്ത മാർഗം നോക്കാം. ഈ 60ന്റെ പകുതി എത്രയാണ്? 30. 30. അപ്പൊ വലിയ സംഖ്യ 30 ആണെന്ന് വിചാരിക്കുക. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ 50ൽ നിന്ന് 10 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? 40. 40. ആ 40 പകുതി എത്രയാണ് മോളെ? ഒന്ന് സ്പീഡ് പറഞ്ഞോളെ, സമയമില്ല. 40ന്റെ പകുതി വരെ എത്ര താമസം എന്താ? 20. അവിടെ നിന്ന് ഇങ്ങനെ വരാൻ എത്ര താമസം? 20. ഇപ്പൊ 2 സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞ് ഒന്ന് 30 ആണ്, മറ്റത് 20 ആണ്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. വലിയ സംഖ്യ 30, ചെറിയ സംഖ്യ 20. ഇത് രണ്ടും കൂടി കൂട്ടിയ എത്ര മോളെ? 50. ഒന്ന് വീട് പറയുമ്പോൾ എന്താ താമസം? രണ്ടും കൂടി കൂട്ടിയാൽ 50 ആണ്. 2 സംഖ്യയുടെ തുക 50. ഇനി അവയുടെ വ്യത്യാസം 30ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 10 ചോദ്യത്തിൽ ഒരു വിഷവുമില്ല. 2 സംഖ്യയുടെ തുക 50, അവയുടെ വ്യത്യാസം 10. സംഖ്യകളേവ. വലിയ സംഖ്യ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്തത്? നമുക്ക് സമ്മ തന്ന നമ്പറിനോട് ഡിഫറൻസ് കുറയ്ക്കുക. വലിയ സംഖ്യ കിട്ടാനോ? ഡിഫറൻസ് കുറച്ചിട്ട് അതിനെ ഹാഫ് ആക്കുക. അത് ചെറിയ സംഖ്യ കിട്ടാനല്ലേ? വലിയ സംഖ്യ കിട്ടാൻ ഞാൻ എന്താ ചെയ്തത്? ആ സമ്മിനോട് ഡിഫറൻസ് കൂട്ടുക, അതിനോട് അതിന്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുത്താൽ വലിയ സംഖ്യ കിട്ടും. അപ്പൊ വലിയ സംഖ്യ 30, ചെറിയ സംഖ്യ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, കുട്ടികൾക്ക് പറയാനോ നോക്കട്ടെ. ആ കുട്ടികൾ ആ ചോദ്യം കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. സം ഓഫ് 2 numbers ഈസ് 24. The difference is 8. സം 24 ആണ്, ഡിഫറൻസ് 8 സംഖ്യകൾ ഏതൊക്കെയാണ്? കുട്ടികൾ കമന്റ് ചെയ്ത് നോക്കി ഒന്ന് വായിക്കണേ. സാർ ഇപ്പൊ വന്നില്ല. പറയാം. എത്രയൊക്കെയാ? വന്നില്ല. വന്നില്ല. ഇല്ല. അവർ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നോക്ക, വെയിറ്റ് ചെയ്യാം നമുക്ക്. വലിയ സംഖ്യ ചെറിയ സംഖ്യ ഒരു കണ്ടെത്തട്ടെ. സാറെ 16, 8 എന്ന് വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ്. അതായത് 24ന്റെ കൂടെ 8 കൂട്ടിയാൽ കിട്ടുന്ന 32 പകുതിയാക്കിയപ്പോൾ 16 വലിയ സംഖ്യയായി. 24ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ കിട്ടുന്ന 16, അതിനെ പകുതിയാക്കിയപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പൊ 2 സംഖ്യയുടെ തുക ഇതാണ്, വ്യത്യാസം 8. അപ്പോൾ കുട്ടികൾ ചെയ്തത് ശരിയാണ്. ഇത്തരം ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വേറൊരു ചിത്രം വരയ്ക്കാം. ആ ചിത്രം കലണ്ടറിന്റെ വിട്ടുപോയ തീയതി, ഡേറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ആ ഒരു ചിത്രം വരച്ചിട്ട് നോക്കാം. ഇതാ ഒരു സ്ക്വയർ ആണ് വരച്ചു. കലണ്ടർ ഇങ്ങനെയാണല്ലോ വരുന്നത്. എന്നിട്ട് അതിങ്ങനെ പോട്ടെ, അതിങ്ങനെ പോട്ടെ, എടുക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളൂ.
യെസ്. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഇത് മൊത്തത്തിൽ ഒന്ന് കാണുന്ന രീതിയിൽ താഴ്ത്തണമെങ്കിൽ ഇങ്ങോട്ട് താഴ്ത്തരാം. യെസ്. യെസ് സാർ. അന്ന് എല്ലാ കുട്ടികളുടെയും സൗണ്ട് കേൾക്കട്ടെ. എല്ലാ കുട്ടികളും പറയും നോക്കട്ടെ. മക്കളെ വരച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ മൈക്ക് കൃത്യമായിട്ട് അവിടെ എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. അടുത്ത പറയാൻ ഒരു കേൾക്കൂലോട്ടെ. ശരി, ഓക്കെ. മക്കളെ, ഇതാ വരുന്നു ചോദ്യം. ഈ കലണ്ടറിലെ ബാക്കിയുള്ള എല്ലാ കളികളും നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങൾക്കൂടെ 5 ഞാൻ തരാം, നിങ്ങൾക്ക് ഞാൻ 6 തരാം. 6 കിട്ടുന്നില്ലേ? 5 തരാം, 6 തരാം. നിങ്ങൾക്കൂടെ ഞാൻ 12 തരും. കാരണം 5ഉം 7ഉം ആണ് 12. തൊട്ടടുത്ത ദിവസം 13 ആണ്. ബാക്കി ഉള്ള കലണ്ടറിലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തു. സാർ ഞാൻ ആൻസർ കണ്ടുപിടിച്ചു. എല്ലാവരുടെയും ഫില്ല് ചെയ്ത ആൻസർ വരുന്നുണ്ടോ നോക്കുമ്പോൾ സാറ് ഒരാള് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 3 പേര് ആൻസർ വരുന്നുണ്ട്. ഹലോ സാറേ. 10, 11, 17, 18. ഇവിടെ ഈ 12ന്റെ ഇപ്രാരം ഉണ്ടാവുക 11. ഇവിടെയോ 10. താഴെയോ 18. 10ന്റെ താഴെ 18 ഉണ്ടാവുക. 10ന്റെ താഴെ 17. അടുത്തതാണ് 18. ഓക്കെ ആണല്ലോ. ഞാൻ മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഫില്ല് ചെയ്തെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. യെസ് ആണ്. അപ്പൊ സംശയം അവരുറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് യെസ് എന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ചെറിയ ഒരു കണക്ക് പറഞ്ഞിരിക്കുകയാണ്. ആ കണക്ക് ശ്രദ്ധിച്ചോ. ശരി, ഇത് നിങ്ങൾ ചോദ്യമായിട്ട് എഴുതരുത്. ഇത് ചോദ്യമായിട്ട് കേട്ടാൽ മതി. എല്ലാവരും ഇത് ചോദ്യമായിട്ട് കേട്ടാൽ മതി. എന്റെ കയ്യിൽ ഒരു ടവൽ, നിങ്ങൾക്കത് കാണാം. ഒറ്റയടിക്ക് ഉത്തരം പറയുകയും വേണം. ഒരു കുസൃതി ചോദ്യമായിട്ട് കൂട്ടിയാൽ മതി. ഈ ടവലിനെ ഞാൻ 4 ആയിട്ട് മടക്കും. നാലായിട്ട് മടക്കിയപ്പോൾ എനിക്കൊരു സ്ക്വയർ കിട്ടി എന്ന് കരുതുക. 4 ആയിട്ട് മടക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു സ്ക്വയറാണ്, ഒരു സമചതുരമാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ, ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. 20 സെന്റിമീറ്റർ. ഏഞ്ചൽ, ഞാൻ എന്താണ് പറഞ്ഞത് ഇപ്പോൾ? സാറിന്റെ കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ട്. അത് 4 ആയിട്ട് തിരിച്ചപ്പോൾ ഒരു സ്ക്വയർ ആയി മാറിയിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു. ഇനി ഈ കർച്ചീഫ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഇനി എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം മക്കൾ. ഞാൻ അതേ കർച്ചീഫ് 2 ആയിട്ട് മടക്കിയിട്ട് ഒരു ചതുരം ഉണ്ടാക്കി.
ഒരു റെക്റ്റാങ്കിൾ. അതേ കർച്ചീഫ് നിവർത്തിയിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ഒരു ചതുരം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ചതുരത്തിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. മുപ്പത്. സർ 30, 10, 40 എന്നൊക്കെ ആൻസർ വരുന്നുണ്ട്. കുട്ടികള് ദയവ് ചെയ്ത് വിളിച്ച് പറയുന്നു. നിങ്ങളെ ഞാൻ നേരത്തെ കോഹോസ്റ്റ് ആക്കിയതിന് വേണ്ടിയിട്ടല്ല. കോഹോസ്റ്റിന് വേറെ കുറെ ഡ്യൂട്ടികളുണ്ട്. നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടവരാണ്. ഞാൻ പറയുമ്പോൾ തന്നെ തിരിച്ചു പറയേണ്ടവരാണ്. അതുകൊണ്ടാണ് ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കോഹോസ്റ്റ് ആവേണ്ട കുട്ടികൾ 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ആരും വിളിച്ചിട്ടില്ല. ഒരു ഏജിൽ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതൊരു ഒരുക്കമായിരുന്നു. ആ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എങ്കിൽ 3-4 കുട്ടികൾക്ക് സുഖമായിട്ട് സംസാരിക്കാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ് കൊടുത്തത്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, ഇപ്രാവശ്യം നിങ്ങൾ അങ്ങനെ വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. ഒരാൾ തുറന്നു വെച്ചാൽ എല്ലാവരും കൂടി തുറന്ന് വർത്താനം പറയും. ശരി, അതിന്റെ ആൻസർ എത്രയാണെന്ന് ഏഞ്ചലിന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് സാറേ. എത്രയാണ്? 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി കണ്ടോളൂ, 4 മടക്കിയിട്ട് നിങ്ങൾക്കൊരു സ്ക്വയർ കിട്ടിയെങ്കിൽ അത് 20 ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എന്തായാലും 5 ആയിരിക്കുമല്ലോ. അത് 2 മടക്കിയിട്ട് റെക്ടാങ്കിൾ ആയി കഴിഞ്ഞാൽ 2 സൈഡ് 5ഉം ബാക്കി മേലെയുള്ള താഴെ 10 ആയിരിക്കുമല്ലോ. 10 + 10 20, 25, 5, 30. ശരിയല്ലേ? 40 ടൈപ്പ് ചെയ്ത കുട്ടികൾ നമ്മൾ ഇത് കണ്ടു. അപ്പം അവർ മനസ്സിലാക്കട്ടെ 40 അല്ല ശരി എന്ന കാര്യം. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം എന്താണ്? ഏഞ്ചൽ റെഡിയാണോ? അടുത്ത ചോദ്യം ശ്രദ്ധിക്കാൻ റെഡിയാണോ? ശരി, ഞാൻ ബോർഡിൽ എഴുതുന്ന ശ്രദ്ധിച്ചോളെ. എന്താണ് ബോർഡിൽ എഴുതിയത്? ജനുവരി. അടുത്തത് എഴുതുന്നതായിക്കോളും. എല്ലാരും എഴുതിക്കോളും. അടുത്ത എന്താ നമ്മൾ എഴുതിയത്? ഫെബ്രുവരി. അടുത്തത് എന്തായിരിക്കും? മാർച്ച്. അടുത്ത എന്തായിരിക്കും? ഏപ്രിൽ. എല്ലാരും എഴുതണേ. അടുത്ത എന്താണ്? മെയ്. അടുത്ത എന്താണ്? ജൂൺ. വെരി ഗുഡ്. ഇതില് ജൂണിന്റെ നേരെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജാനുവരിക്ക് 7110 എന്ന് കൊടുത്തു. ഫെബ്രുവരിക്ക് നമ്മൾ 826 എന്ന് കൊടുക്കുന്നു. മാർച്ചിന് 5313 എന്നാണ് കൊടുക്കുന്നത്. ഏപ്രിലിന് 541 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. മെയ് 3513 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഏഞ്ചൽ, എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ജൂൺ എത്രയായിരിക്കും? കുട്ടികളാരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന മോളൊരു വിവരം പറയണേ എനിക്ക്. ആ ടൈപ്പ് ചെയ്യുന്ന കുട്ടിയുടെ പേര് മോൾ ഇങ്ങോട്ട് പറഞ്ഞു തരണേ. ഓക്കെ ആവാം.
യെസ്. ഏഞ്ചൽ ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ? സാർ ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര? 287. 287 എന്നാണ് ടൈപ്പ് ചെയ്തത് അല്ലേ? ആ ടൈപ്പ് ചെയ്ത കുട്ടിയുടെ പേരെന്താ? അമ്പിളി പ്രേംകുമാർ. അമ്പിളി മാമൻ. അമ്പിളി മാമനെ വിളിച്ചു നോക്കാം. വേറെ ആയിക്കോട്ടെ, ടൈപ്പ് ചെയ്ത അമ്പിളി മാമൻ മുന്നോട്ട് വരൂ. എത്രയാണ് കിട്ടിയ? എത്രയാണ്? 287. ഓ, അമ്പിളി ഏത് സ്കൂളാ? കോട്ടൺ ഹിൽ. ഓക്കെ, അത് എവിടെയാ സ്ഥലം? തിരുവനന്തപുരം. ആ, കോട്ടൺ ഹിൽ സ്കൂളിലെ അമ്പിളി മോളാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അമ്പിളിക്ക് എത്രയാണ് ഉത്തരം കിട്ടിയത്? 287. അമ്പിളി ക്ലാസ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണം എന്റെ ഫോണില് കേട്ടോ. മറക്കരുതേ, നമ്പർ അറിയാലോ. അതെ, ശരി. 285. 287 അമ്പിളിക്ക് കിട്ടിയത് എന്ന് അമ്പിളി പറയുന്നു. അമ്പിളിക്ക് എങ്ങനെയാ 287 കിട്ടിയത്? ജൂണില് 30 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇവിടെ 30 ദിവസങ്ങളുള്ള എല്ലാത്തിനും 3 സംഖ്യകളാണ് കൊടുത്തേക്കുന്നത്. എല്ലാത്തിനും 3 സംഖ്യകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോക്ക് കൃത്യോത്തരത്തിലാണ് പറഞ്ഞത് 287. അപ്പൊ 287 കൊടുക്കാൻ കാരണം എന്താ? അതിവിടെ 8ന്ന് 5 ആവാൻ 3 കുറയ്ക്കണം. അത് 4 കുറയ്ക്കണം. അല്ല 3 കുറയ്ക്കണം. അപ്പൊ 5 കിട്ടും. അപ്പൊ 5ന്ന് 3 കുറച്ച 2 കിട്ടും. അങ്ങനെ 2 എഴുതി. പിന്നെ ഇവിടെ ആദ്യം 826 അത് ആദ്യം 2ന്റെ ഇരട്ടി 4. അപ്പൊ 4ന്റെ ഇരട്ടി പിന്നെ എടുക്കും 8. 7 കിട്ടാൻ കാരണം 6 + 1 7. അമ്പിളി കണ്ടില്ലേ ഇപ്പോൾ? അമ്പിളിയും അതുപോലെ നമ്മുടെ കോഹോസ്റ്റായ കുട്ടിയുടെ പേരെന്നോടവാ ഏഞ്ചലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു പ്രശ്നമുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും സൈലന്റ് ആയി കണ്ടില്ലേ? ഈ സൈലന്റ് ആയിക്കൊണ്ട് എത്ര സുഖമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും? മക്കൾ അവിടെ പറഞ്ഞ ആൻസർ ഞാൻ തൽക്കാലം അവിടെ വെക്കുകയാണ്. പക്ഷെ അമ്പിളി വേറെ ആരെങ്കിലും അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ. വേറെ ഏതെങ്കിലും കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? 256. 255. അതും ഞാൻ അവിടെ വെക്കുകയാണ്. ശരി, എന്റെ ചോദ്യം ഇതാണ്, ആർക്കെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടോ? 4 ഡിജിറ്റ് നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ 4 ഡിജിറ്റ് ആണ് ഇതിന്റെ ആൻസർ. അതുകൊണ്ട് നമ്മൾ 4 ഡിജിറ്റ് നമ്പർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അമ്പിളി പറഞ്ഞതൊക്കെ ഞാൻ അവിടെ വെക്കുകയാണ്. ഞാൻ ഒരാളുടെ ഉത്തരവും തെറ്റാണെന്നൊന്നും പറയാൻ ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജാനുവരി 71/10 ആയത് എന്ന് ചോദിക്കും. ഞാനൊരു ക്ലൂ നിങ്ങൾക്ക് തരാം. ജാനുവരി നിങ്ങൾക്ക് 1 2 3 4 5 6 7 അവിടെ ലെറ്റേഴ്സ് എത്ര ഉണ്ട്? ലെറ്റേഴ്സ് ഏഞ്ചൽ ജാനുവരിയില് 7. അപ്പൊ ഈ 7 അതാണെന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് വിചാരിക്കുക. ശരി, ജാനുവരി നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിലെ 1ാമത്തെ ആളല്ലേ ഏഞ്ചൽ? അതെ സർ. അപ്പൊ 2ാമത്തെ 1 എന്നത് ജനുവരി തുടക്കമായത് കൊണ്ട് നമ്മൾ ആ 1 എന്ന് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ വരുന്ന ഈ 10 അതെന്താവാം? അതും പറഞ്ഞില്ല. നമ്മുടെ ജെ എന്ന അക്ഷരം ഉണ്ടല്ലോ, ആദ്യത്തെ
ജെ എന്ന ലെറ്റർ ഇല്ലേ? ആദ്യത്തെ ഈ ജെ എന്ന ലെറ്റർ മോള് കണ്ടില്ലേ? ഒന്ന് അനങ്ങു മോളെ, ഒന്ന് സംസാരിക്കൂ. ഈ ഓഹോട്ടായ കുട്ടികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പറയും, എങ്ങനെ കാര്യങ്ങൾ നീങ്ങും? ശരി പോട്ടെ. ഇംഗ്ലീഷിൽ എ എന്ന അക്ഷരം 1 ആണെന്നും ബി എന്ന ലെറ്റർ 2 ആണെന്നും സി എന്ന ലെറ്റർ 3 ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജെ എന്ന ലെറ്റർ 10 അല്ലേ മോളെ? അതെ. ആ, അപ്പൊ നമുക്ക് ഓർമ്മിച്ചു വെക്കാൻ ജ്യേഷ്ഠൻ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ജ്യേഷ്ഠൻ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് തമാശക്ക്. ശരി. അപ്പോൾ J10 ജാനുവരി 1-ാമത്തെ ആള്. ഇതിലുള്ള ലെറ്റേഴ്സ് 1 2 3 4 5 6 7 എന്ന ലെറ്റേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഫെബ്രുവരിയിലേക്ക് ഒന്ന് പോയി നോക്കാം. മോളെ ഫെബ്രുവരിയിലെ ലെറ്റേഴ്സ് ഒന്ന് ഉണ്ടേക്ക്. 1 2 3 4 5 6 7 8. ഓ, 8 അവിടെ വന്നു. അപ്പൊ ഫെബ്രുവരി എത്രാമത്തെ മാസമാണ്? രണ്ടാമത്തെ മാസമാണ്. അപ്പൊ ഈ 6 എന്തായിരിക്കാം മോളെ? എഫ് എത്രാമത്തെ ആൽഫബറ്റ് ആണ്? ആണോ? എഫ് 6-ാമത്തെ തന്നെയാണോ? ഉറപ്പല്ലേ? ശരിയാണ്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മോളെ ഈ മാർച്ചിനെ എങ്ങനെ വിശദീകരിക്കും? മാർച്ച് 1 2 3 5. ഓക്കെ അല്ലേ? 5. ഈ 3 എന്താണ് മോളെ? മാർച്ച് 3-ാമത്തെ മാസമാണ്. ശരി. അപ്പൊ ഈ 13 എം 13-ാമത്തെ ആൽഫബറ്റ് ആണ്. ഇനി എല്ലാ കുട്ടികളും ഒന്നിച്ച് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ജൂൺ എന്തായിരിക്കുമെന്ന് ഉറക്കെ പറയൂ. 4610. എല്ലാവരും ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ് ആ ശബ്ദത്തിൽ പറഞ്ഞത് ഏഞ്ചൽ? 4610. ഒന്ന് വിശദീകരിക്കാമോ മോളെ? ആ കുട്ടികൾ പറഞ്ഞത് 4610 എങ്ങനെ കിട്ടിയെന്ന്? ഓക്കെ സാർ. പറയും. ജൂണിൽ 4 ആൽഫബറ്റ്സ് ഉണ്ട്. ജൂണ് 6-ാമത്തെ ഒരു മന്താണ്. ശരിയാണ്. പിന്നെ ജെ 10-ാമത്തെ ആൽഫബറ്റ് ആണ്. ജ്യേഷ്ഠൻ അല്ലേ? ജെ 10-ാമത്തത് ജ്യേഷ്ഠൻ അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ഇത് ശരി. അപ്പം ഞാൻ അമ്പിളി ഒന്ന് വിളിക്കട്ടെ. അമ്പിളി മോളെ ഒന്ന് മുന്നോട്ട് വരണം. ആ തിരുവനന്തപുരത്താണ് ഒരു കുട്ടി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ കുട്ടിയെ ഒന്ന് വിളിക്കട്ടെ. അമ്പിളി പറഞ്ഞ ഈ ആൻസർ ആണോ കുറച്ചുകൂടി യുക്തമായിട്ട് തോന്നുന്നത്? ഈ ആൻസർ ആണ്. അപ്പൊ ശരി. അപ്പൊ നമുക്കിനി ഇന്നത്തെ ക്ലാസ്സില് നിങ്ങൾ കണ്ടല്ലോ, ഇന്നത്തെ ക്ലാസ്സില് നിങ്ങളെല്ലാം ഇപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. ഇതേ രീതിയിൽ രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്ന കുട്ടികൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോരോ സ്കൂളിന്റെ പേര് വിളിച്ചിട്ട് ഈ ഐഡിയിൽ നോക്കി കുട്ടികളെ പേര് വിളിക്കാമായിരുന്നു. അതിനുള്ള അവസരമാണ് വരും ക്ലാസ്സുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഇങ്ങനെ 3-4 കുട്ടികൾ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികൾക്ക് തന്നെ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് രക്ഷിതാക്കളൊന്ന് അവരെ അതിനൊന്ന് അനുവദിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് തരുന്ന ഹോംവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഒന്നിച്ചുള്ളതുകൊണ്ട് 2 ഭാഷയിലും ഞാൻ മിക്സ് ചെയ്ത് പറയാൻ പോവുകയാണ്. മക്കളെല്ലാവരും മൈക്കിപ്പം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അവിടുന്ന് കൺട്രോൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ ആരും ഒരു കാരണവശാലും മൈക്ക് ഓൺ ചെയ്യരുത്, കാരണം റെക്കോർഡ് ചെയ്യുന്നതാണ്. ശരി. എന്നാലും ഒരു കുട്ടി എന്തോ ഒച്ചുണ്ടാക്കുന്നുണ്ട്. ശരി ശരി. 5:50 സ്റ്റാർട്ട് ചെയ്യേണ്ടതായ ഒരു ട്രെയിൻ, ഒരു തീവണ്ടി. ശരിക്കും 5:50 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എവിടുന്ന്? കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് നിന്ന് 5:50 സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ട്രെയിൻ
ട്രെയിനിന്റെ കാര്യല്ലേ മക്കളെ, എപ്പോഴും വൈകാറുണ്ട്. 30 മിനിറ്റ് അങ്ങോട്ട് വൈകി, 30 മിനിറ്റ് ലേറ്റ് ആയി, ഷോർട്ടായിട്ട് എഴുതുക. ശരിക്ക് പുറപ്പെടേണ്ടിയിരുന്നത് 5:50 ആയിരുന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. ലേറ്റ് ആയത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലും. സെയിം ഡേ, അന്നേ ദിവസം, അതേ ദിവസം മക്കളെ, സെയിം ഡേ, അതേ ദിവസം 15:10 മംഗലാപുരത്തെത്തി. 15:10. നിങ്ങളോടുള്ള ചോദ്യം, ട്രെയിൻ കോട്ടയത്തിൽ നിന്നും മംഗലാപുരത്തേക്ക് യാത്രക്കെടുത്ത സമയം എത്രയാണെന്നാണ് ചോദ്യം. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം തരാം. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് തീരുന്നില്ല. ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കില്ല. 5:50 ശരിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിൻ, ഈ ട്രെയിനിന്റെ കാര്യത്തിലൊക്കെ 5:50 പറഞ്ഞാൽ രാവിലെ 5:50 അതൊന്നും മാറ്റിയില്ല. 5:50 പുറപ്പെടേണ്ടിയിരുന്ന ഒരു ട്രെയിന് 30 മിനിറ്റ് വൈകി പോണം. എന്നിട്ട് വൈകിട്ടാണ് പുറപ്പെട്ടത്. അപ്പൊ പുറപ്പെട്ട സമയം നിങ്ങളെ കണക്കൂട്ടണം. എന്റെ അതേ ദിവസം തന്നെ, സെയിം ഡേ, അത് ശരിക്കും ശ്രദ്ധിക്കണേ, അതേ ദിവസം 15:10 എത്തേണ്ട സ്ഥലത്ത് എത്തി, മാംഗ്ലൂർ എത്തി. എന്നിട്ടോ ചോദ്യം ഇതാണ്, കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ മംഗലാപുരത്തേക്ക് എത്താൻ എത്ര സമയം എടുത്തു എന്നാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇന്നത്തെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ വരും, നമ്പർ ഇട്ടുകൊണ്ട് വരും ഈ വർഷത്തെ. അപ്പൊ ആ ക്ലാസ്സിലൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തിട്ട് ആദ്യം കമന്റ് ചെയ്ത കുട്ടികളെ നോക്കൂ, ആരൊക്കെയാണെന്നൊക്കെ ഞാൻ നോക്കും. അവർക്കെല്ലാം ആ കുട്ടികൾ ആദ്യത്തെ 5 പേർക്ക്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ കമന്റ് ചെയ്തൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമന്റ് ചെയ്യുന്ന ആദ്യത്തെ 5 പേർക്ക് ഞാൻ LSSന്റെ ഈ വർഷത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നേരിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു.